അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു വിശപ്പ് കേട്ടോ. എന്തിനുള്ള വിശപ്പാണ്? ചപ്പാത്തിയും മുട്ടക്കറി കഴിക്കാനുള്ള ഒരു വിശപ്പ്. അതും വീട്ടിലുണ്ടാക്കിയത് കേട്ടോ, പുറത്തുനിന്നുള്ളതല്ല, വീട്ടിലുണ്ടാക്കിയത്. അങ്ങനെ ഞാൻ ഇവിടെ മറ്റേ നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് മാവ് കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആ നെല്ലിക്ക കാണിച്ചത് ഞാനൊരു പേജിൽ നിന്ന് വാങ്ങിച്ച നെല്ലിക്കയാണ് കേട്ടോ, ഉപ്പിലിട്ടതാണ്. ഒരു ഫേസ്ബുക്ക് പേജുണ്ട് നമ്മളെ സെല്ലേഴ്സിൻ്റെ, അതിൽ നിന്ന് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഇതെനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൊളാബിന് തന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ മാവൊക്കെ ഏകദേശം കുഴച്ചു കേട്ടോ. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വെച്ചിരിക്കണം. അതിനുശേഷം ഞാൻ പരത്തി തുടങ്ങി. കറിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ റെഡി ആയിട്ടാ. ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആലോചിച്ചു കേട്ടോ, വീട്ടിലായിരുന്നു എന്നുണ്ടെങ്കിൽ അമ്മയുടെ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അമ്മേ ചപ്പാത്തിയും മുട്ടക്കറിയും സ്പോട്ടിൽ അമ്മ ഉണ്ടാക്കി തന്നേനെ. പിന്നെ ഞാൻ തന്നെ ആലോചിച്ചു, എപ്പോഴും അങ്ങനെ നമ്മൾ സുഖത്തിൽ സൗകര്യത്തിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കി കഴിച്ചു. എന്തായാലും കൊള്ളാം കേട്ടോ, ഇഷ്ടപ്പെട്ടു. വിഷ്ണുവും പറഞ്ഞു കൊള്ളാം, കുഴപ്പമില്ല, വിശപ്പിന് കഴിക്കുക എന്ന് പറഞ്ഞു. പിന്നെ ദേവുട്ടി കൊടുക്കാമെന്ന് വെച്ചാൽ ദേവുട്ടി കിടന്ന് ഉറങ്ങിയിട്ടാണ്. പിന്നെ ഞാൻ വിഷ്ണു കഴിച്ചിട്ട്